ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൾട്രാസോണിക് സെൻസറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർഡിനോയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, LED എങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സെൻസറാണ് അൾട്രാസോണിക് സെൻസർ. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെ കണക്ഷൻ കൊടുക്കണം, അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അൾട്രാസോണിക് സെൻസർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബാറ്റില്ലേ, വവ്വാല്, ആ വവ്വാലിൻ്റെ സെയിം പ്രിൻസിപ്പിളാണ്. കുഞ്ഞു ക്ലാസ്സിലെ AVSലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബാറ്റ് എങ്ങനെയാണ് മുന്നിലുള്ള ഓബ്ജക്ട്സിനെ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാമല്ലോ, ബാറ്റിന് കണ്ണ് കാണത്തില്ല. അപ്പോൾ ബാറ്റിന് കണ്ണ് കാണാത്തത് കൊണ്ട് ബാറ്റ് എങ്ങനെ മനസ്സിലാക്കും മുമ്പിലൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ രാത്രി വളരെ ശാന്തമായിരിക്കുന്ന ടൈമിലാണ് ഇത് പറന്ന് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ബാറ്റ് മുമ്പിലുള്ള ഓബ്ജക്ട്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് വന്ന ആ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് ബാറ്റിലേക്ക് എത്തുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ഓബ്ജക്റ്റ് എത്ര അടുത്താണ് അല്ലെങ്കിൽ എത്ര ദൂരെയാണെന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേ പ്രിൻസിപ്പിളാണ് നമ്മുടെ അൾട്രാസോണിക് സെൻസറിലും യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് സെൻസറിൽ നമുക്ക് അതുകൊണ്ട് ഈ കണ്ണ് പോലെ ഇരിക്കുന്ന 2 പോർഷൻ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുമ്പോൾ അവർ ആദ്യം വയ്ക്കുന്ന റോബോട്ടിൻ്റെ കണ്ണുകളല്ലേ എന്നാണ്, അല്ലെങ്കിൽ പറയും സ്പീക്കർ അല്ലേ എന്നുണ്ട്. ഇതിങ്ങനെ കാണുന്നത് കൊണ്ട് അവരങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സ്പീക്കറും അല്ല കണ്ണും അല്ല, ബട്ട് നമുക്ക് ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതായത് ഈ ഒരു T എന്നും R എന്നും നോട്ട് ചെയ്തിരിക്കുന്ന 2 പോർഷൻ ഉണ്ട്. ഒരു ട്രാൻസ്മിറ്ററും റിസീവറുമാണ്. ആ ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസർ പ്ലേസിൽ നിന്നും ഈ അൾട്രാസോണിക് സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സൗണ്ട് മുന്നിലെ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് റിസീവർ സൈഡിലോട്ട് വരും. ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഓബ്ജക്റ്റ് എത്ര അടുത്താണ് അല്ലെങ്കിൽ ദൂരെയാണെന്ന് നമ്മുടെ റോബോട്ട് മനസ്സിലാക്കുന്നത്. ഈ ബാറ്റ് മനസ്സിലാക്കുന്ന അതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ റോബോട്ട് ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അൾട്രാസോണിക് സെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40 kHz സൗണ്ട് വേവ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഹ്യൂമൻ ഹിയേഴ്സിന് കേൾക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് 20 kHz വരെയുള്ള ശബ്ദങ്ങളാണ്. 20 Hz to 20 kHz വരെയുള്ള സൗണ്ട് വേവ്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അൾട്രാസോണിക് സെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40 kHz ആണ്. അത് നമ്മുടെ ഇയേഴ്സിന് കേൾക്കാൻ പറ്റത്തില്ല. അത് അത്രയേക്കാളും വലിയ ശബ്ദമാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഒരു 344 m/s സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതൊരു 2 cm മുതൽ 400 cm വരെ അത് ട്രാവൽ ചെയ്ത് ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ സെൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. HC-SR04 എന്ന് പറയുന്ന അൾട്രാസോണിക് സെൻസർ ആണെങ്കിൽ 2 cm മുതൽ ഒരു 400 cm, അതായത് 4 മീറ്റർ വരെയുള്ള ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഒരു ഹൈ റേഞ്ച് സെൻസേഴ്സ് ഉണ്ട്. അത് ഏകദേശം 8 meters അല്ലെങ്കിൽ 10 meters വരെയും ഈ അൾട്രാസോണിക് സെൻസേഴ്സിന് ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതിന് HC-SR04 എന്ന് പറയുന്നത് ഹാലിക്രാഫ്റ്റ്, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ്. SR മീൻസ് സോണാർ റേഞ്ച്, 04 എന്ന് പറയുന്ന ആ അൾട്രാസോണിക് സെൻസറിൻ്റെ വേർഷനാണ്. സോ ഇതാണ് ഈ ഒരു HC-SR04 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അൾട്രാസോണിക് സെൻസറിൽ 4 പിന്നുകളുണ്ട്: VCC, ഗ്രൗണ്ട്, എക്കോ ആൻഡ് ട്രിഗർ. ഇപ്പോൾ VCC ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിന് പവർ കൊടുക്കാനുള്ള പിന്നുകളാണ്. അതായത് പിന്നീട് അകത്ത് വരുന്നത് ട്രിഗറും എക്കോയാണ്. ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പിന്നിലാണ് നമ്മുടെ ഈ അൾട്രാസോണിക് സെൻസറിൻ്റെ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്കോ എന്ന് പറയുന്നത് അത് റിസീവ് ചെയ്യാനുള്ള അതൊരു റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ അൾട്രാസോണിക് സെൻസർ വെച്ച് നമുക്ക് ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്യുമ്പോൾ ഹ്യൂമൻ ഫോളോയിങ് റോബോട്ട്, ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ട്, അങ്ങനെയുള്ള ഡിസ്റ്റൻസ്, അതിന് നമുക്ക് ടാങ്കിലും മറ്റുമൊക്കെയുള്ള വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഡാമിലൊക്കെ ഉള്ള ആ വാട്ടറിൻ്റെ ഡിസ്റ്റൻസ് ലെവൽ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെൻസർ യൂസ് ചെയ്തിട്ടാണ്. ഈ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഉടനെ ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.